അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബ് തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് അതിൻ്റെ ദർസ് ആണ്, ദർസ് നമ്പർ 20. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് ഈ വിഷയം സംബന്ധിച്ച് ചോദിക്കുന്ന ഹദീസ്, അതിൻ്റെ വിശദീകരണം തുടരാണ്. ഫത്തൗഹീദു യഅസിമു മിനൽ ഖുലൂദി ഫിന്നാർ. അപ്പോൾ തൗഹീദ് എന്നത് നരകത്തിൽ ശാശ്വതമാകുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. വഇദാ കാന തൗഹീദു കാമിലൻ ഫഇന്നഹു യഅസിമു മിൻ ദുഖൂലിൻ നാരി അസ്ലൻ. തൗഹീദ് ഒരാൾക്ക് സമ്പൂർണ്ണമാണ് എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് തന്നെ ആദ്യം തന്നെ അത് എന്താകും, സംരക്ഷണം നൽകും എന്ന് പറഞ്ഞാൽ തീരെ നരകത്തിൽ പ്രവേശിക്കില്ല എന്നർത്ഥം. വഇദാ കാന നാഖിസൻ, എന്നാൽ തൗഹീദിൽ ന്യൂനതയുണ്ടെങ്കിൽ ഫഇന്നഹു യഅസിമു മിനൽ ഖുലൂദി ഫിഹാ, ആ നരകത്തിൽ പ്രവേശിക്കുന്നത് അല്ല, നരകത്തിൽ ശാശ്വതമാകുന്നതിൽ നിന്ന് സംരക്ഷണം നൽകും. വലാ യഅസിമു മിനദ് ദുഖൂലി ഫിഹാ, എന്നാൽ നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുകയില്ല. വഇന്നമാ യഅസിമു മിനൽ ഖുലൂദി ഫിഹാ, നരകത്തിൽ ശാശ്വതമാകുന്നതിന് തൊട്ട് സംരക്ഷണം നൽകും. അതായത് തൗഹീദ് അനുസരിച്ച് ജീവിച്ച വ്യക്തിക്ക് ഹസനാത്ത് ആയിരിക്കും വർധനവ് ഉണ്ടാവുക. അപ്പോൾ അയാളുടെ പാപങ്ങൾ വളരെ കുറവായിരിക്കും, ഹസനാത്തിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആദ്യമേ അസുരിൽ തന്നെ എന്ത് ചെയ്യും, സ്വർഗത്തിൽ ജന്നത്തിൽ പ്രവേശിക്കും എന്നതാണ്. എന്നാൽ പാപങ്ങൾ കൂടുതലായിട്ടുള്ള എന്നാൽ തൗഹീദുള്ള വ്യക്തി ആണെങ്കിലും അയാൾ എന്ത് ചെയ്യും, ആ അള്ളാഹുവിൻ്റെ വശീയത്തിലാണ് അയാൾ. ഒന്നുകിൽ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, എന്നിട്ട് ആദ്യമേ തന്നെ അവൻ്റെ ഔദാര്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റുകളുടെ കണക്കിന് നരകത്തിൽ ശിക്ഷ അനുഭവിപ്പിച്ചിട്ടായിരിക്കും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ഏതായാലും തൗഹീദ് മനുഷ്യനെ എന്ത് ചെയ്യുന്നു, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, സ്വർഗം അവന് നിർബന്ധമാക്കുന്നു എന്നതാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ, ലമ്മ ദക്കറ മുനാദറത ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം മഅ അബദത്തിൽ അസ്നാം, വിഗ്രഹാരാധകരുമായി ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ മുനാദറ, ആ സംവാദം, അത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നതായിട്ട് പറയുന്നത് അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ എന്ന്. അതായത് ഈ രണ്ട് കൂട്ടരിൽ, അതായത് മുശ്രിക്കീങ്ങളും സത്യവിശ്വാസികളും മുഅ്മിനീങ്ങളും, അൽ മുഅ്മിനൂന വൽ മുശ്രിക് വൽ മുശ്രിക്കൂന. അപ്പോൾ ഈ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ, മുശ്രിക്കുകൾ ബഹുദൈവവിശ്വാസികൾ, ഇവരിൽ ഏത് കൂട്ടർക്കാണ്, ഏത് വിഭാഗത്തിനാണ് നിർഭയത്വമുള്ളത്, യഥാർത്ഥ അംന് നിർഭയത്വമുള്ളത് എന്ന്. ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് സൂറത്ത് അൽ അൻആം 81-82 ആയത്തുകൾ ശ്രദ്ധിക്കാം. وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون. ഇബ്രാഹിം അലൈഹി സ്വലാം മുശ്രിക്കുകളോട് ചോദിക്കാണ്, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ, വകൈഫ അഖാഫു, ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ്, മാ അശ്റക്തും, നിങ്ങൾ ശിർക്ക് വെക്കുന്ന സംഗതികളിൽ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ, വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുമില്ല. മാലം യുനസ്സിൽ അലൈക്കും സുൽത്താന, അതിന് അവനെ നിങ്ങൾക്ക് ഒരു സുൽത്താൻ, ഒരു പ്രമാണം, ഒരു തെളിവും ഒന്നും അവതരിപ്പിച്ചിട്ടുമില്ല. എന്നിട്ട് നിങ്ങൾ ശിർക്ക് വെക്കുന്നു. എന്നിട്ട് ഞാനാണോ അംനിന് അർഹൻ, അതോ നിങ്ങളാണ് നിർഭയത്വത്തിന്? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. അപ്പോൾ ഈ രണ്ട് കൂട്ടരിൽ, സത്യവിശ്വാസികൾ അതേപോലെ ബഹുദൈവവിശ്വാസികൾ, മുശ്രിക്കുകൾ, ഇവരിൽ ഈ രണ്ട് കൂട്ടരിൽ ആരാണ് കൂടുതൽ നിർഭയത്വത്തിന് അർഹൻ എന്ന്, കൂടുതൽ അവകാശപ്പെട്ടത്? ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ. എന്നിട്ട് പറയാണ്, അല്ലദീന ആമനൂ വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, സത്യവിശ്വാസം കൈക്കൊണ്ടവർ, വലം യൽബിസു, അതിനോട് കൂട്ടിക്കലർത്തുകയും ചെയ്യാത്തവർ,
ഈമാനഹും അവരുടെ വിശ്വാസത്തിൽ ബിദുൽമിൻ ദുൽമ കൊണ്ട്, അതായത് ഷിർക്ക് കൊണ്ട്. സത്യവിശ്വാസികളായിട്ട് പിന്നെ ഷിർക്ക് അതിനോട് കൂട്ടിക്കലർത്തിയാൽ പിന്നെ അവൻ സത്യവിശ്വാസി അല്ലാതായി. ഉലൈക ലഹുമുൽ അംൻ, അക്കൂട്ടർക്കാണ് നിർഭയത്വം. അതായത് സത്യവിശ്വാസം യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഷിർക്ക് കൂട്ടിക്കലർത്താത്ത ആൾക്കാണ്, അങ്ങനെയുള്ളവർക്കാണ് അംൻ അഥവാ നിർഭയത്വം എന്നത്. വഹും മുഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചവർ ആകുന്നു എന്ന്. അപ്പോൾ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിനെ ദുൽമുമായി കൂട്ടിക്കലർത്താത്തവർ. ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ് നമ്മൾ സാധാരണ പരിഭാഷപ്പെടുത്താറ്. ഒരു സംഗതിയെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതാണ് ദുൽമ്, അക്രമം. ക്രമമല്ല അത്. അപ്പോൾ ആരാധന ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അതിൻ്റെ അർഹതപ്പെട്ട അള്ളാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വലിയ അന്യായം, അക്രമം, ദുൽമ് പിന്നെ എന്തുണ്ട്? അതാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ ദുൽമ് എന്ന് പറയുന്നത്. യാനി ബിഷിർക്കിൻ, അപ്പോൾ ബിദുൽമിൻ എന്ന് പറഞ്ഞാൽ ബിഷിർക്കിൻ എന്നാണ് അർത്ഥം. ولهذا لما نزلت هذه الآية شقت على الصحابة وقالوا أينا لم يظلم نفسه. ഈ ആയത്തിറങ്ങിയപ്പോൾ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ സത്യവിശ്വാസം കൈക്കൊള്ളുകയും എന്നിട്ട് അവരുടെ സത്യവിശ്വാസത്തോട് ദുൽമ്, അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർക്കാണ് നിർഭയത്വമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ സഹാബാക്കൾക്കാകെ പേടിയായി, അവർക്കാകെ വിഷമമായി, മശക്കത്ത് വന്നു, ബുദ്ധിമുട്ടായി. അപ്പോൾ അവർ ചോദിച്ചു, അയ്യുനാ ലം യദ്ലിം നഫ്സ, സ്വന്തം നഫ്സിനോട് ദുൽമ പ്രവർത്തിക്കാത്തവർ ഞങ്ങളിൽ ആരുണ്ട് നബിയെ? എന്തെല്ലാം തെറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ പരസ്പര അക്രമങ്ങൾ ഒക്കെ ഉണ്ടാവാനോ. അതിപ്പോൾ സഹാബാക്കൾ മാസൂമികളൊന്നുമല്ല, അപ്പോൾ അവരിൽ നിന്ന് പല പാപങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്ന് പറഞ്ഞാൽ ആരുണ്ടാവില്ലല്ലോ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യൂലേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസല്ലദീ തഅലൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉൽമല്ല, അത് ദുൽമ തന്നെയാണ്. ഇന്നഹു അശ്ശിർക്ക്, ഇവിടെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ പറഞ്ഞ ദുൽമ എന്താണ്? അത് ഷിർക്കാണ്. അലം തസ്മഉ ഖൗലൽ അബ്ദി സ്വാലിഹ്, സ്വാലിഹായ ദാസന്റെ വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന ഷിർക ലദുൽമുൻ അദീം, അതായത് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന വചനം അള്ളാഹു അത് ഖുർആനിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്നു. ഇന്ന ഷിർക, നിശ്ചയം ഷിർക്ക് എന്നത് ലദുൽമുൻ അദീം, നിശ്ചയം അത് കൊടിയ അക്രമമാകുന്നു, ഭയങ്കര അക്രമമാകുന്നു എന്ന്. ലുഖ്മാൻ സൂറത്തിൽ 31 സൂറത്ത് 13 ആയത്ത് മാത്രം നോക്കാം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. وَإِذْ قَالَ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ലിബ്നിഹി, തൻ്റെ മകനോട്, വഹുവ യഅ്ളുഹു, തൻ്റെ മകനെ വഅദ് ചെയ്തുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട്, യാ ബുനയ്യ, എൻ്റെ കൊച്ചുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഷിർക്ക് ചെയ്യരുത്. ഇന്ന ഷിർക, നിശ്ചയം ഷിർക്ക് എന്നത് ലദുൽമുൻ അദീം, കൊടിയ അക്രമമാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയാറുണ്ടോ ഷിർക്ക് ചെയ്യരുത് എന്നുള്ളത് കാര്യം? അപ്പോൾ ഇതാണ് മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ നസീഹത്ത്, ഏറ്റവും വലിയ വാള്, ഉപദേശം എന്നത്. ഒരു പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ. ഇനി തുടർന്ന് പറയണേ കിതാബിൽ, ഫല്ലദീന സലിമു മിന ശിർക്കി ലഹും അൽ അംൻ, അപ്പോൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഷിർക്ക് ചെയ്യാതെ തൗഹീദിൽ ആയി മാത്രം ജീവിച്ചവരുണ്ടല്ലോ, അവർക്ക് എന്താണ്? അവർക്കാണ് അംന്, നിർഭയത്വമുള്ളത്. പരലോകത്ത് നിർഭയത്വം അവർക്കാണ്. വൽ അംനുൽ മുത്ലഖ് ഹുവല്ലദീ ലൈസ മഅഹു അദാബ്. അംനുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? തനിച്ച അംന് എന്ന് പറയുന്നത് അത് അതിൻ്റെ കൂടെ ശിക്ഷയുണ്ടാവില്ല, നരകശിക്ഷ ഉണ്ടാവില്ല. അവർക്കാണ് പൂർണ്ണമായ നിർഭയത്വം, തനിച്ച നിർഭയത്വം. മുത്തലഖുൽ അംന്. അമ്മ മുത്തലഖുൽ അംനി, അംനുൽ മുത്തലഖ് അതാണ്. നീ അമ്മ മുത്തലഖുൽ അംനി ഫഹാദല്ലദീ ഖദ് യകൂനു മഅഹു ശൈഉൻ മിനൽ അദാബി അലാ ഹസ്ബി ദുനൂബ്. ഇനി മുത്തലഖുൽ അംൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അദാബും കൂടി ഉണ്ടാവും.
ആ നിർഭയത്വത്തോടു കൂടി ശിക്ഷ കൂടി ഉണ്ടാവും പാപങ്ങളുടെ കണക്കനുസരിച്ച്. അപ്പോൾ പാപങ്ങൾ ധാരാളമായി പ്രവർത്തിച്ച ആളാണെങ്കിൽ നരകത്തിൽ ആദ്യം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, എന്നിട്ടായിരിക്കും സ്വർഗത്തിലേക്ക്. എന്നിരുന്നാൽ പോലും തൗഹീദുള്ള ആൾ അവസാനം സ്വർഗത്തിൽ എത്തിപ്പെടും എന്നതാണ്. ഫൽ ഹാസിലു, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന വ്യക്തമാകുന്ന ഹാസിലാകുന്ന കാര്യം അന്ന അഹ്ല തൗഹീദി ലഹുമുൽ അംനു ബിലാ ശക്കിൻ, സംശയലേശമന്യേ തൗഹീദിൻ്റെ ആളുകൾക്ക് നിർഭയത്വമുണ്ട്. പക്ഷെ പൂർണ്ണമായ നിർഭയത്വം അത് ആ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ വല്ലപ്പോഴും പാപങ്ങൾ ചെയ്താൽ തന്നെ അതിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് തൗബ ചെയ്ത് മുക്തി നേടിയവരാണ്. അവർക്കായിരിക്കും പൂർണ്ണമായ സമ്പൂർണമായ മുത്തലക്കായ അമ്നുണ്ടാകുക. അപ്പോൾ എന്തായാലും അമ്നുണ്ട്, നിർഭയത്വമുണ്ട്. വലാകിൻ ഖദ് യകൂനു അംനം മുത്തലഖൻ വഖദ് യകൂനു മുത്തലഖ അംനിൻ, പക്ഷേ ചിലപ്പോൾ അത് അമ്നു മുത്തലഖാകും അല്ലെങ്കിൽ മുത്തലഖ അമ്നാകും. ഹാദാ ഹുവൽ ജവാബു സ്വഹീഹു അൻ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയെ സംബന്ധിച്ച് സ്വഹീഹ ശരിയായ വീക്ഷണം മറുപടി ഇതാണ്. ബിഖിലാഫ് മദ്ഹബിൽ ഖവാരിജി വൽ മുഅ്തസില, മുഅ്തസിലികൾ ഖവാരിജികളുടെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫഇൻദഹും അന്ന അസ്ഹാബൽ കബായിരി മുഖല്ലദൂന ഫിന്നാർ. അപ്പോൾ മുഅ്തസിലികളുടെ ഖവാരിജികളുടെ വീക്ഷണത്തിൽ എന്താണ്? അവരുടെ വീക്ഷണത്തിൽ വൻ പാപങ്ങൾ പ്രവർത്തിച്ചവർ നരകത്തിൽ ശാശ്വതമാക്കപ്പെടുന്നവരാണ് എന്നതാണ്. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. മിനൽ മദാഹിബിൽ ബാത്തിൽ, ഈ ബാത്തിലിൻ്റെ മദ്ഹബ് വീക്ഷണത്തിൽ നിന്ന് ഫഇൻദഹും അന്ന മൻ മതാ ദഖലന്നാര ലാ യഖ്റുജു മിൻഹാ ബിസഅമിഹിം, അവരുടെ വാദം എന്താണ്? നരകത്തിൽ പ്രവേശിച്ച ആൾ പിന്നെ അതിൽ നിന്ന് പുറപ്പെടില്ല എന്നതാണ്. ലാ യഖ്റുജു മിൻഹാ എന്നാണ്. വയുഗാരിദൂന അൻ-നുസൂസ സ്വഹീഹത മിനൽ കിതാബി വസ്സുന്നഹ്, വിശുദ്ധ ഖുർആൻ അൽ കിതാബിലും അതായത് നബിചര്യയിലും അതേപോലെ നബിചര്യയിലും സ്ഥിരപ്പെട്ട സ്വഹീഹായിട്ടുള്ള നസ്സുകൾ പ്രമാണങ്ങൾ, അതിൽ അവർ എന്ത് ചെയ്യുന്നു? തെറ്റ് അത് അവർ ശരിയായി മനസ്സിലാക്കുന്നില്ല, അവർക്ക് അതിൽ തെറ്റ് പറ്റുന്നു, അതിൽ അവർ കലർപ്പ് കാണിക്കുന്നു. അല്ലത്തി തദുല്ലു അലാ അന്ന അഹ്ല തൗഹീദി വലൗ കാന ഇൻദഹും ദുനൂബുൻ വമആസിൻ ഫഇന്നഹും ലാ യുഖല്ലദൂന ഫിന്നാർ. തൗഹീദിൻ്റെ ആളുകൾ അവരടുത്ത് പാപങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ പോലും അവർ നരകത്തിൽ ശാശ്വതരാക്കപ്പെടുന്നതല്ല. അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, അവരെ അള്ളാഹു മോചിപ്പിക്കും നരകത്തിൽ നിന്ന് എന്നതാണ്. സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ സൂറത്താണ്. 32-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. എന്താണ് ഈ ആയത്തുകൾ പറയുന്നത്? ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫാത്തിർ ثم أورثنا الكتاب, പിന്നെ നമ്മുടെ അടിയാന്മാരിൽ നിന്ന് ثم أورثنا الكتاب, പിന്നെ നാം വേദഗ്രന്ഥത്തെ അവകാശപ്പെടുത്തി കൊടുത്തു, വറസത്താക്കി കൊടുത്തു എന്ന്. വേദഗ്രന്ഥത്തെ അൽ കിതാബിന് അല്ലദീന, എങ്ങനെയുള്ളവർക്ക്? ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം നല്ലവരായി തെരഞ്ഞെടുത്തവർക്ക് അൽ കിതാബ് കൊടുത്തു, വിശുദ്ധ വേദഗ്രന്ഥം. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അപ്പോൾ നല്ല ആളുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ശ്രദ്ധിക്കുക. ഫമിൻഹും, അവരിലുണ്ട്, ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരുണ്ട്. അപ്പോൾ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെ നല്ലവരുടെ ഗണത്തിലാണല്ലോ പറഞ്ഞത്. വമിൻഹും മുഖ്തസിദുൻ, അവരിൽ മിതമായി പ്രവർത്തിക്കുന്നവരുണ്ട്, മിതം പാലിക്കുന്നവരുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്,
അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നന്മകളിലേക്ക് മുൻകടക്കുന്ന സാബിഖീങ്ങളും ഉണ്ട്. കബീർ, അത് മഹത്തായ വലിയ ഔദാര്യം, വലിയ അനുഗ്രഹം ആകുന്നു, യോഗ്യതയാകുന്നു എന്ന്. ഇപ്പോൾ ഇവിടെ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കൂട്ടർ ആരാണ്? വാലിമുൽ നഫ്സി, സ്വന്തത്തോട് ദുൽമ ചെയ്തവർ. ദുൽമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിർക്കല്ലാത്ത ദുൽമാണ്. അപ്പോൾ ഷിർക്കല്ലാത്ത ദുൽമ ചെയ്തവർ ആണെങ്കിൽ പോലും അവരെ നല്ലവരായിട്ട്, തൗഹീദുള്ളത് കൊണ്ട് അവരെ നല്ലവരായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ശിക്ഷ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ആത്യന്തികമായിട്ട് അവർക്ക് രക്ഷയുണ്ട്, നിർഭയത്വമുണ്ട്, സ്വർഗമുണ്ട് എന്നതാണ്. ജന്നാതു അദ്ൻ, സ്ഥിരവാസത്തിന്റെ അദ്നിന്റെ ജന്നത്തുകൾ, സ്വർഗങ്ങൾ, ആരാമങ്ങൾ. യദ്ഖുലൂനഹ, ആ സ്വർഗങ്ങളിൽ, ആരാമങ്ങളിൽ അവർ പ്രവേശിക്കുന്നു. യുഹല്ലൗന ഫിഹാ, അവർ ആ സ്വർഗങ്ങളിൽ ധരിപ്പിക്കപ്പെടും, അണിയിക്കപ്പെടും. മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള വളകൾ. അതേപോലെ വലുലുഅ, മുത്തും ധരിപ്പിക്കപ്പെടും. വലിബാസുഹും, അവരുടെ വസ്ത്രങ്ങളാകട്ടെ, ഫിഹ, ആ സ്വർഗങ്ങളിൽ, ഹരീർ, പട്ട് വസ്ത്രമായിരിക്കും, പട്ട് ആയിരിക്കും എന്ന്. അപ്പോൾ ഇത് ആർക്കാണ്? ഈ പറഞ്ഞ 3 കൂട്ടർക്കുണ്ട്. വാലിമിൻ്റെ നഫ്സിനും ഉണ്ട്. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് പാപങ്ങൾ ചെയ്തവർ, ശിർക്കല്ലാത്ത പാപങ്ങൾ ചെയ്തവർക്കും എന്ത് കിട്ടും? സ്വർഗത്തിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് നരകശിക്ഷ അനുഭവിച്ച ശേഷമായിരിക്കാം എന്നതാണ്. وقالوا الحمد لله الذي أذهب عنا الحزن. وقالوا പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു, അദ്ഹബ അന്നാ, നമ്മെ തൊട്ട് പോക്കിക്കളഞ്ഞ, അൽ ഹസൻ, ദുഃഖത്തെ നമ്മെ തൊട്ട് പോക്കിക്കളഞ്ഞ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബനാ, നിശ്ചയം നമ്മുടെ റബ്ബ് ലഗഫൂറുൻ ശകൂർ, നിശ്ചയം അവൻ പൊറുക്കുന്നവനും നന്ദിയുള്ളവനും തന്നെ, വളരെ നന്ദിയുള്ളവനും തന്നെ എന്ന്. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫദ്ലിഹി, അല്ലദീ, എങ്ങനെയുള്ളവൻ, അല്ലാഹുവിനെ കുറിച്ച് പറയാം. അഹല്ലനാ, അവൻ ഇറക്കിത്തന്നു നമ്മെ, ദാറൽ മുഖാമതി, സ്ഥിരവാസത്തിന്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ, മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്താൽ, ലാ യമസ്സുനാ ഫീഹാ, ആ സ്വർഗത്തിൽ നമ്മെ സ്പർശിക്കുകയില്ല, ടച്ച് ചെയ്യില്ല. നസബ് സ്പർശിക്കുകയില്ല, നസബ് ഞെരുക്കം. വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്, ഒരു അസഹ്യതയും അല്ലെങ്കിൽ ക്ഷീണവും ഒന്നും തന്നെ അവിടെ നമ്മെ സ്പർശിക്കുകയില്ല. ഇവിടെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയാണ്, ഉൻദുറു കൈഫ ദകറ അദ്ദാലിമ ലിനഫ്സിഹി മഅൽ മുഖ്തസിദി വമഅ സാബിഖി ബിൽ ഖൈറാത്ത്. അപ്പോൾ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചയാളെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മിതമായി പ്രവർത്തിച്ചവൻ്റെ കൂടെ, പ്രവർത്തിച്ചവരുടെയും അതേപോലെ ഈ നന്മകളിലേക്ക് മുന്നേറുന്ന സാബിഖീങ്ങളുടെയും മുമ്പന്മാരുടെയും കൂടെ തന്നെ പറഞ്ഞു എന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്താണ്? വവഅദഹും ജമീഅൻ ബിൽ ജന്ന, അവർക്കെല്ലാവർക്കും അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തു. അതാണ് ജന്നാതു അദ്നി യദ്ഖുലൂനഹ എന്ന് പറഞ്ഞത്. എന്നിട്ട് ലുഗൂബ് വരെ പറഞ്ഞു. ദകറ മിൻഹും അദ്ദാലിമ ലിനഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവർ അതിൽ പരാമർശിച്ചു. ബൽ ബദഅബി, എന്ന് മാത്രമല്ല അവരെ കൊണ്ട് തുടങ്ങിയത് തന്നെ. മിമ്മാ യദുല്ലു അലാ അന്ന അഹ്ലത്ത് തൗഹീദി യുർജാ ലഹും അൽ ഖൈർ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകും? അത് എന്താ തെളിവ്? ഇവിടെ തൗഹീദിന്റെ ആളുകൾക്ക് നന്മ പ്രതീക്ഷിക്കപ്പെടാം എന്നതാണ്. വയുർജാ ലഹും ദുഖൂലുൽ ജന്ന, അതേപോലെ അവർക്ക് സ്വർഗപ്രവേശനം പ്രതീക്ഷിക്കപ്പെടാം എന്നതാണ്. വലൗ കാന ഇൻദഹും ദുനൂബു കബായിരിൻ ദൂന ഷിർക്ക്, ഷിർക്ക് അല്ലാത്ത അതിൽ താഴ്ന്നിട്ടുള്ള വലിയ പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ പക്കൽ ഉണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളാണെന്നല്ല. പാപങ്ങൾ ചെറിയ പാപങ്ങളാണെങ്കിൽ പോലും ഗൗരവതരം തന്നെയാണ്. കാരണം പാപങ്ങൾ നരകത്തിലേക്ക് മനുഷ്യൻ നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാപങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ ശൈത്താന് സ്വാധീനിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരുപക്ഷെ അവൻ അതിൽ തുടർന്നാൽ ഒരുപക്ഷെ അവൻ്റെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാകും. അപ്പം തൊഴിലില്ലാതില്ല മരിക്കുക. അപ്പോൾ നരകത്തിൽ ശാശ്വതവാസം ആയിരിക്കാൻ സാധ്യത. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്ത്? മൻ മാത വഹു യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ
വമൻ മാത വഹുവ ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. മൻ മാത ആരൊരുത്തൻ മരിച്ചുവോ വഹു യുശ്രികു ബില്ലാഹി ഷൈഅൻ അവൻ അല്ലാഹുവിൽ ഒന്ന് വല്ലതും പങ്കു ചേർത്തുകൊണ്ട് മരിച്ചാൽ ദഖലൻ നാർ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ അടിമകളെ സൂക്ഷിക്കൂ. എന്താണ് CM മടവൂരാണ് മുദബ്ബിറുൽ ആലം എന്ന് വിളിച്ചു കൂവുന്നവർ? ഷിർക്കല്ലേ, നരിച്ച ഷിർക്കല്ലേ? എവിടുന്ന് ആര് എപ്പോൾ വിളിച്ചാലും ഷെയ്ഖ് മുഹിദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെയ്ഖ് അല്ലെങ്കിൽ നബി തന്നെ ആയിക്കോട്ടെ കേൾക്കും എന്ന് വിശ്വസിക്കുന്നവർ ഷിർക്കല്ലേ ഈ വിശ്വാസം? അപ്പോൾ ഷിർക്ക് എന്തെങ്കിലും ചെയ്യേ അത് വിശ്വസിക്കുകയൊക്കെ ചെയ്താൽ എന്താണ്? ദഖലന്നാർ നരകത്തിലാണ് പ്രവേശിക്കുക. അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവന് നരകം ശാശ്വതമായിരിക്കുമെന്നാണ്. വമൻ മാത വഹുവ ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ഒന്നും ഷിർക്കൊന്നും ചെയ്യാതെ അല്ലാഹുവിൽ ഷിർക്കൊന്നും ചെയ്യാതെ മരിച്ചാൽ ദഖലൽ ജന്ന അവൻ അൽ ജന്നത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. മറ്റൊരു ഹദീസിൽ ഇന്നല്ലാഹു ഹറമ അലൻ നാർ നരകത്തിന്മേൽ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. മൻ ഖാല പറഞ്ഞ ഒരുത്തനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരക്കണക്കിന് പ്രാവശ്യം ചൊല്ലുന്നുണ്ട്, പക്ഷേ അവൻ മുദബ്ബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ലോകം നിയന്ത്രിക്കുന്നത് എപ്പോഴും ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു ഫലമല്ല. കാരണം വെറുതെ പറഞ്ഞാൽ പോരാ, അത് വിശ്വസിച്ചുകൊണ്ട് പറയണം എന്നതാണ്. അതുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നതാണ്. ഔ യഅസിമു മിനൽ ഖുലൂദി ഫിഹാ. അതിന് മുമ്പ് ഇലാ ഇവിടെ ഗൈരി എന്നാണ്, ഇവിടെ കാഫല്ല ഗൈനാണ്. ഇലാ ഗൈരി ദാലിക മിനൽ അഹാദീസ് അല്ലതി ഫിഹാ അന്ന തൗഹീദ് യഅസിമു മിൻ ദുഖൂലിൻ നാർ. മറ്റു ഹദീസുകളും അതേപോലെ എന്താണ് അതിലൊക്കെ സൂചിപ്പിക്കുന്നത്? തൗഹീദ് മനുഷ്യനെ നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ നരകത്തിൽ ശാശ്വതമാകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്നതാണ്. ഈ കിതാബിൽ തന്നെ സ്വതന്ത്രമായൊരു അധ്യായം വരുന്നുണ്ട് പിന്നീട്. അൽ മുബാറക് വിശുദ്ധമായിട്ടുള്ള ഈ കിതാബിൽ, അനുഗ്രഹീതമായിട്ടുള്ള കിതാബിൽ ഇസ്മുഹു, ആ ബാബിൻ്റെ പേര് ബാബ് ഫദ്ലി തൗഹീദ് വമാ യുകഫിറു മിനദ് ദുനൂബ്. തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും അതേപോലെ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടുന്നതും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം തന്നെ പിന്നീട് വരുന്നുണ്ട് എന്നാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.